ഇന്നലെ ഞാൻ കൊല്ലത്ത് കളക്ടറേറ്റിന് മുമ്പിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി. ആരുടെ സമരമാണെന്ന് നിങ്ങൾക്കറിയോ? സദാനന്ദ മാഷെ, കേരളത്തിലെ പാചക തൊഴിലാളികളുടെ സമരം. നമ്മുടെ കൊച്ചുങ്ങൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന ആ പാവപ്പെട്ട അമ്മമാർക്ക് 3 മാസമായി സർക്കാർ ശമ്പളം കൊടുത്തിട്ട് പാചക തൊഴിലാളിക്ക് 3-ാം ഊഴം വരുമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആരാണ് ഇത് ആഗ്രഹിക്കുന്നത്? ശമ്പളം കിട്ടാത്ത പാചക തൊഴിലാളിയോ, ആനുകൂല്യം കിട്ടാത്ത ആശാ വർക്കറോ, ശമ്പളം കിട്ടാത്ത അംഗനവാടിക്കാരനോ? ആരാഗ്രഹിക്കുകയാണ്? നമുക്കറിയില്ല. ഇത്ര മനുഷ്യത്വ വിരുദ്ധമായി ഒരു സമരത്തോട് പ്രതികരിച്ച ഒരു ഭരണകൂടത്തെ കേരളം കണ്ടിട്ടില്ല. കേരളം ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷി വഹിച്ചിട്ടുള്ളതാണ്. AKGയുടെ സമരത്തിന്, അച്യുതാനന്ദന്റെ സമരത്തിന്, കരുണാകരന്റെ സമരത്തിന്, ഉമ്മൻചാണ്ടിയുടെ സമരത്തിന് എല്ലാവരും സമരം ചെയ്യും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, സദാനന്ദൻ മാഷും ഇനിയും ബിന്ദുവും ഷാജർ ഖാനും ഞങ്ങളെല്ലാം, രാജീവൻ മാഷും എല്ലാം ഈ സർക്കാർ മുട്ടുമടക്കത്തിൽ എന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ട് കേരളയിൽ സമരത്തിൽ മുട്ടുകുത്തിച്ച സമരം നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് സമര പാരമ്പര്യമുള്ള ഒരു നാടാണ്. സമരം ചെയ്യുന്നവരെ, സാധുക്കളെ, സ്ത്രീകളെ, മലയാളത്തിന്റെ പ്രിയ കവി ഇപ്പോഴും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സച്ചിദാനന്ദൻ പറഞ്ഞു, ഇത് പറയുന്നതിന്റെ പേരിൽ ഇവരെന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാക്കി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും ഞാൻ പറയും, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാർ നടത്തുന്ന സമരം വലിയൊരു നീതിക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് എന്ന് മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ചുരുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ നിന്നാണ് വന്നത്. നിയമസഭയിൽ ഇത് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചു. രാഹുലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അതിനുശേഷം നിയമസഭയിൽ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ. ഇനിയും നിയമസഭയുടെ അകത്ത് ഏറ്റവും നീതി അർഹിക്കുന്നവരുടെ, നിങ്ങളുടെ ശബ്ദം ഞങ്ങൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് വീണ്ടും. എല്ലാ സമരങ്ങൾക്കും മുമ്പ് നമ്മൾ വന്ന് പറയാറുണ്ട്, ജീവിക്കാനാണ് ഈ സമരം. ഈ സമരം ഈ കേരളത്തിലെ പാവപ്പെട്ട ആശാമാർക്ക് ജീവിക്കാനാണ്. ഇവർ പേടിപ്പിച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് പേടി വരാത്തതെന്നറിയോ? നമുക്ക് നഷ്ടപ്പെടാൻ വലുതായിട്ടൊന്നുമില്ല. ഇവർക്കാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇത് കാണുമ്പോൾ പുച്ഛമാണ്. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്കെല്ലാം ഇപ്പൊ അവര് നിക്ഷേപക സംഗമമൊക്കെ നടത്തുന്നത് കൊണ്ട് AC മുറിയിൽ വ്യവസായികളെയൊക്കെ കണ്ടിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വെയിലത്തേക്ക് വരാൻ പറ്റിയില്ല. 8 മാസം കഴിയുമ്പോ വെയിലത്തേക്ക് ഇറക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സൗകര്യം, ഈ മട്ടുപ്പാവിലെ ഇരുത്തത്തിന് അധികം ആയുസ്സുണ്ടാകില്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ അപമാനിതരായി ഇറങ്ങിപ്പോകുമ്പോൾ, ആ അപമാനിതരായി നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ചവിട്ടുന്നത് ഇവിടെ വീണ ഈ പാവപ്പെട്ട ആശാമാരുടെ കണ്ണീരിലായിരിക്കും.